അത് പണ്ട് പാഴൂര് ഒരു ദേവസി ചേട്ടനുണ്ടായിരുന്നു. പുള്ളി ഇതേപോലെ ആയിരുന്നു? അല്ല, പുള്ളിക്ക് കൃഷിയാണ് ജോലി. ഞാൻ പറയുമ്പോ ഇടയ്ക്ക് കയറിപ്പോ സംസാരിക്കരുത് കേട്ടോ. ആ, കൃഷിയായിരുന്നു ജോലി. പക്ഷെ അപ്പൂപ്പനുമായിട്ട് വലിയ സ്നേഹമായിരുന്നു. ക്രിസ്മസിന്റെ അന്ന് ഉച്ചയാവുമ്പം അപ്പവും ചിക്കൻ കറിയായിട്ട് ഇങ്ങോട്ടൊരു വരവുണ്ട്. വന്ന് അതെല്ലാം നമുക്ക് കൊണ്ട തന്നേച്ച് രണ്ടുപേരൂടെ വരാന്തയിലിരുന്ന് ഒരു 1-2 മണിക്കൂർ ഒരു വർത്തമാനമുണ്ട്. അയ്യോ, അതൊരു കാലം. ഇതൊക്കെ പറയുമ്പം പഴയ എത്ര മുഖങ്ങളാ മിന്നി മറയുന്ന മനസ്സിൽ കൂടെ. കേശോട്ടാ, എല്ലാം കൂടെ കേട്ടിട്ട് കൊതിയായിരുന്നു. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ വേണം. ഇന്ന് ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യലും ഇല്ല. സ്പെഷ്യലൊക്കെ നാളെ. ഇന്ന് നമുക്ക് ഉള്ളതൊക്കെ കൂട്ടി ചോറുണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, അടുക്കള കയറി പണിയെടുക്കാൻ വയ്യാത്തോണ്ടാ അല്ലേ ആന്റി? ஆமா லட்சம், நீ சொன்ன மாதிரி தான். அதே மாதிரி நாளைக்கு கிறிஸ்மஸ் தானே, இன்னைக்கு வீடெல்லாம் டெக்கரேட் செய்யலாம், லைட் எல்லாம் போடலாம், ஸ்டார் எல்லாம் தூக்கலாம். ஸ்பெஷல் எல்லாம் வேணாம் பாரு. പണാണ്ട് നോക്കിയാ പിള്ളേരുടെ മുഖത്ത് ഒരുമാതിരി ഞഞ്ഞാവിഞ്ഞായിരിക്കുന്നു. എന്തോന്നത്, നല്ലൊരു ദിവസമായി കണ്ട് ഇങ്ങനെയൊക്കെയാണോ? അല്ലയാ, പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിലേ എനിക്കറിയാവുന്ന ഒരു പഴയ ഹോട്ടൽ ഇരുമ്പലത്തുണ്ട്. അവിടെ നല്ല കിടിലൻ അപ്പവും ബീഫും കിട്ടും. നമുക്ക് അതങ്ങ് എടുത്താലോ? ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ചെന്ന് തന്നെ വാങ്ങിക്കണം. പഴയ ഹോട്ടലാ. ഇരുമ്പനല്ലേ അളിയാ, പോയി മേടിച്ചോണ്ടിരാ. നീ ചെല്ല് മേടിക്കും. എടാ ഞാൻ അയക്കാം, നീ വിളിച്ചാ മതി. ആണോ? ഓ, വണ്ടിക്കുള്ള പെട്രോൾ കാശിട്ടേക്കണേ. അപ്പൊ ദാ പോയിട്ട് ദാ പറഞ്ഞു. എന്നാ ഞാനിവിടെ വരാം. അശോ, അത്ര ഉപകാരം നീ ചെയ്യല്ലേ കേട്ടോ ശുക്കുമണിയെ. നമുക്ക് പോവാം. അതെ, പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പോകും. ഇപ്പൊ തന്നെ 11 മണിയായി. നിന്റെ അമ്മ വേറെ പറഞ്ഞു പണ. അല്ല, പെട്ടെന്ന് പോവാൻ പറയും, വിശക്കുന്ന്. അയ്യോ, ഇപ്പഴല്ലേ ഒരാള് പറഞ്ഞു ഒന്നും വേണ്ടാന്ന് ഉച്ചക്ക്. കേശോട്ട നന്നായിട്ട് വിശക്കുന്നത്. പോയിട്ട് വാ. പോയിട്ട് വരാടി, പോയിട്ട് വരാം. അമ്മ പോട്ടോ? എനിക്കേ വെജിറ്റേറിയൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരണം. അതൊക്കെ മേടിച്ചോണ്ട് വരാം. അളയാ പോട്ടോ? ചാവാടി. ഓക്കേ, ബൈ. ഭക്ഷണത്തിന്റെ കാര്യത്തില് കേശു കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ വേറെ ആരുണ്ട്? അച്ഛാ, ഇന്നേ നമുക്ക് കുറേ സ്റ്റാർ മേടിക്കണം. ഓക്കെ. அம்மா, இப்பவே பாத்திரம் எல்லாம் விளக்கி வைக்கலாமா? கேசு ஃபுட்டு கொண்டு வருவான்ல, അതെല്ലാം കഴുകി പറക്കി വെച്ചേക്കുമല്ലയോ? ആന്റിക്ക് ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല? പറ്റത്തില്ല മക്കളെ. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, എല്ലാരും കൂടെ നേരത്തെ കയറി ഇരിക്കുന്നില്ലേ? അളിയാ, ഇത് എത്ര മണിക്ക് പോയാ? എവിടെ ആയിരുന്നു? അളിയനെ പറഞ്ഞാൽ മതിയല്ല. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാൻ നേരം 15 മിനിറ്റാണ് വണ്ടി റോഡിൽ നിർത്തിയിട്ടത്. എന്നിട്ട് ആരെയും വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കടയിൽ പോയപ്പോഴോ പറയേ വേണ്ട, അളിയന്റെ ഫ്രണ്ടിന്റെ കടയായിരുന്നല്ലേ. അത് ഇവിടുന്ന് പറഞ്ഞുകൂടായിരുന്നോ? കഷ്ടകാലത്തിന് ഇവിടെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അളിയന്റെ ഫ്രണ്ട് കടയാണെന്ന്. പിന്നെ വിടുവോ? അളിയന്റെ ഫ്രണ്ടിനെയും പിടിച്ചിരുത്തി, ഫ്രണ്ടിന്റെ അച്ഛനെയും പിടിച്ചിരുത്തി, ലോകകാര്യമായി കുടുംബ ചർച്ചയെ അവസാനം പിടിച്ചു വലിച്ച് ഇറങ്ങിക്കൊണ്ട് വന്നത്. പിന്നെ അവന്റെ വിധിയല്ലേ. ഇല്ലടിയാ, നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നമ്മൾ സോഷ്യലൈസ് ചെയ്യണം. സോഷ്യലൈസ് ചെയ്യണം. ഇവൻ വേറെ എന്താണ് ചെയ്തത്? നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നേ. അപ്പൊ ഏതോ ഒരു ചേട്ടൻ അപ്പുറത്തെ ടേബിളിൽ നിന്ന് ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ ഇവൻ ചാടി എണീറ്റ് നമ്മുടെ ടേബിളിലെ ജഗ് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇവൻ വന്നത്. നീ അതിന്റെ ഇടയ്ക്ക് അവിടുത്തെ പണിക്കാരനായ? അല്ലയാ, നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളായിരിക്കണം അവിടുത്തെ മെയിൻ. അല്ലെങ്കിൽ അതൊരു കാര്യം ചോദിച്ചൊന്ന് മാറും, ഇതൊക്കെ എടുത്ത് അവിടെ വെക്കട്ടാ. ഓക്കെ. ആ, എനിക്ക് വെജിറ്റേറിയൻ കറി കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ അതൊക്കെ മേടിച്ചിട്ടുണ്ട് അമ്മൂമ്മ. പിന്നെ വേറെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്താ? എന്താ? അല്ലയാ, ബീഫ് മേടിച്ചിട്ടുണ്ട്. ബീഫ് ഫ്രൈ ആണോ കറിയാണോ മേടിച്ചത്? ബീഫ് കറിയും മേടിച്ച് ബീഫ് ഫ്രൈയും മേടിച്ചു. രണ്ടും മേടിച്ചോ? കൊച്ചു കാണാൻ. അല്ലാതെ അതല്ലേ അത്ര പൈസ ചെയ്തു. അതെന്തായാലും നന്നായി. நீங்க எல்லாரும் உட்காருங்க, நான் விளம்பி தரேன். ഓക്കെ. അത് വേണ്ട. ആന്റി ഇരിക്കേ, ഞാൻ വിളമ്പിത്തരാം.
എല്ലാവർക്കും ഞാൻ വിളമ്പിത്തരാം. ഞാനും കൂടെ അളിയാ. വേണ്ട 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 വേണ്ട, ഞാൻ വിളമ്പിത്തരാം. ഒരു കാര്യം ചെയ്യാം, എന്താ നമുക്ക് ഒരുമിച്ച് വിളമ്പാം. ഇല്ല ഇല്ല ഇല്ല, അളയാ ഇരിക്കും. എല്ലാരും ഇരിക്കും. ശിവാനി എന്താ നിൽക്കുന്നേ? പോയിരുന്നേ, കസേര എടുത്ത് ഇരിക്ക് അങ്ങോട്ട്. അവിടെ സ്റ്റാർട്ട്. എനിക്ക് അല്ല അളിയാ കുഴപ്പമില്ല, നമ്മളാരും വിളമ്പാം. അവിടെ ഇരിക്കാൻ. എന്തിനളിയാ? എത്ര ക്രിസ്മസാ ഞാൻ നിങ്ങളെയൊക്കെ മിസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം അടുത്ത ക്രിസ്മസിന് ഞാൻ എവിടെ ആയിരിക്കും എന്ന് എനിക്കൊരു പിടിയില്ല. അപ്പം എനിക്ക് ഓർക്കാൻ വേണ്ടി കുറച്ച് നല്ല മെമ്മറീസ് ഒക്കെ ഇരിക്കട്ടെ. ഞാൻ വിളമ്പിത്തരാം. ഈ അളിയന്റെ ഒരു കാര്യം, ചുമ്മാ മനുഷ്യനെ സെന്റ് ആക്കാൻ വേണ്ടിട്ട് കളിക്കാനുള്ള മൂഡ് പോയി. ശിവ ഇരിക്കാം. ഇനി അങ്ങോട്ട് അളിയാ വിളമ്പളയാ. ഓക്കേ.